రిమగరిసాని ధమపసాని ధమపసమయమిత పూర్వసాయాన్నం అమృతం శివమయ సంగీతం ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര ഹൃദയം. കഞ്ചാവ് ടീംസ് പിള്ളേരുള്ളതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയും. ഫോട്ടോസിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഒക്കെ ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു മേക്കപ്പ് ഇട്ടതിനെ പറ്റി ഹി സെഡ് ലൈക്ക് നീ നടക്കുന്നത് പെണ്ണുങ്ങളെ പോലെയാണ്, പെൺകുട്ടികളാണ്, നീ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യേ. ഐ ഹേറ്റ് ദാറ്റ് ബീച്ച് ലിറ്ററലി. എനിക്ക് ഇഷ്ടമേ അല്ല ആളിനെ. പുള്ളി പണ്ട് കുറേ ഇങ്ങനെ പുള്ളിയുടെ എനിക്ക് തോന്നുന്ന അമ്മച്ചിയുടെയോ ആരുടെയൊക്കെ സെറ്റും മുണ്ടോ കൊടുത്തിട്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു, കുറേ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൈൻഡ് ഓഫ് ക്രോസ് ഡ്രസ്സിങ്. സെക്ഷൽ ഒരു ഐഡന്റിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു അപ്രോച്ച് അശ്വിൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതൊരു കടന്ന് ഒരു ഫിസിക്കൽ അസോൾട്ടൊക്കെ രീതിയിലോട്ടൊക്കെ ആയി. Hello and welcome everyone to FameStep Entertainment. It's me Karuna George and ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനർ, അതേപോലെ തന്നെ മിസ്റ്റർ റോയൽ ഇന്ത്യ സെക്കൻഡ് റണ്ണറപ്പ് കൂടിയായ അശ്വിൻ സുഗതനാണ്. അശ്വിൻ, വെൽക്കം ടു ദ ഷോ. ഹലോ, ഹായ്, നമസ്തേ. അപ്പോൾ ഞാൻ ഓൾറെഡി അശ്വിനെ പറ്റി ഒരു ഷോർട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞു, പക്ഷെ അശ്വിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അശ്വിൻ തന്നെ പറയൂ, ഹൂ ഈസ് അശ്വിൻ സുഗതൻ? ഓക്കെ, കുറേ ഡ്രീംസിൻ്റെ പുറകെ പോകുന്ന, ഭയങ്കരമായിട്ട് ഡ്രീംസിന് വേണ്ടിയിട്ട് എത്ര പോയാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ മലയാളി. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഒരു ഇൻ്റർനാഷണൽ ഫാഷൻ ഡിസൈനറാണ്. ആൻഡ് ഓൾസോ മിസ്റ്റർ ഇന്ത്യ, റോയൽ മിസ്റ്റർ ഇന്ത്യ സെക്കൻഡ് റണ്ണറപ്പ്. ആൻഡ് മോറോവർ ദാൻ ദാറ്റ് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഫൈനലി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻറ് എന്ന് പറയുമ്പം ഏത് ഫീൽഡാണ്? ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി സ്റ്റുഡൻറ്റിൽ നിന്ന് ആ ഒരു മോഡലിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ഫീൽഡിലേക്ക് പോയത്? ആക്ച്വലി ഫിസിയോതെറാപ്പി സ്റ്റുഡൻറ്റിൽ നിന്ന് അങ്ങനെ പോയതല്ല. ഒരു ചെറിയ കാലം മുതലേ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണം. ഇത്രയും വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ഈ ഒരു സ്റ്റൈലിങ് ചെയ്യണം, അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളെ നാട്ടുകാരുടെ നല്ല നല്ല കാര്യങ്ങൾ കാരണം എന്നെ അതിനകത്ത് നിന്ന് ഭയങ്കര എന്തായി ബുള്ളിയും കാര്യമൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് അവരുടെ ഫ്രണ്ടിൽ വലിഞ്ഞു നിന്നു. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാനായിട്ട് എൻ്റെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നൗ ഐ അച്ചീവ് ദാറ്റ്. അല്ല, ഈ ബുള്ളിങ് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് അതൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ബുള്ളിങ് എന്ന് പറഞ്ഞത് എന്താണെന്ന്? ഓക്കെ, എൻ്റെ ഒരു 5th ഗ്രേഡൊക്കെ ആകുന്ന സമയത്താണ് ഈ ഒരു സീരിയൽസിനൊക്കെ നമ്മുടെ ഒരു സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു പ്രാധാന്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാര്യം കളർഫുള്ളായിട്ട് ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത ആൾക്കാർ, അങ്ങനെയൊക്കെ നമ്മൾ സീരിയൽസിലൂടെയും റിയാലിറ്റി ഷോ ഒക്കെ കുറച്ചൊന്ന് കയറി വരുന്ന സമയം, ആ സമയത്തൊക്കെ എനിക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്, സീരിയൽ സ്റ്റോറീസ് അല്ല കേട്ടോ, അല്ലാതെ ഈ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ കാണുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കസിൻസിനെ ആയാലും ഞാനിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സിനെ ആയാലും ഒക്കെ ഞാനിങ്ങനെ സ്റ്റൈൽ ചെയ്യാനായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഇവൻ എന്താണ് ഇങ്ങനെ പെൺകുട്ടികളെ പോലെ ഇവരുടെ കാര്യം അമ്മയുടെ സാരി തുമ്പത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, ഇവൻ എന്താ മറ്റേ കളിക്കാൻ പോയിക്കൂടെ അങ്ങനത്തെ കുറേ സ്ഥിരം അമ്മച്ചി പരിപാടികൾ, അങ്ങനത്തെ ടോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ട് കുറേ ഇങ്ങനെ സ്ഥിരം, എന്നിട്ട് പബ്ലിക്കിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്രയും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പേര് വെച്ച് വിളിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ സമയത്തും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ പിന്നെ ഒരു പുറത്തുള്ള ആൾക്കാർക്കൊന്നും വേണ്ടിയിട്ട്, ഞാനിപ്പോൾ റിലേറ്റീവ്സിനൊന്നും വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയോ ഡ്രസ്സ് അങ്ങനെയൊന്നും ഞാൻ പിന്നെ അങ്ങോട്ട് സംസാരിക്കാതെ അമ്മ റെസ്ട്രിക്റ്റ് ചെയ്തത്. ആക്ച്വലി ചെയ്യരുത്, ഇങ്ങനെ പറയരുത്, കാര്യം അവരങ്ങനെ പറയും. ഒബ്വിയസ്ലി അമ്മമാർക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അവർ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുന്നതല്ല, എന്നാലും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പിന്നെ വീട്ടിനകത്ത് മാത്രം ഇങ്ങനെയൊക്കെ അമ്മ റെഡിയാകുന്ന സമയത്ത് കമൻസ് പറയുക, അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ആയിട്ട് വലിയ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ കോസ്റ്റ്യൂംസ് ആരെങ്കിലുമൊക്കെ ഇടും, ഡ്രസ്സ് എനിക്ക് സെറ്റ് ചെയ്യണം, അങ്ങനത്തെ ഉള്ള ആഗ്രഹമൊക്കെ ഇട്ട് അങ്ങനെ പോകുമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഈ ഒരു 5th സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് ഈ ഒരു ബുള്ളിങ് എന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം ഈ ഒരു ഫിസിയോതെറാപ്പി ഇപ്പം 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു ജേർണിയിൽ ഇപ്പം ഫേസ് ചെയ്തത് സ്കൂളിൽ മാത്രമാണോ ഇങ്ങനെ ഒരു ബുള്ളിങ് ഫേസ് ചെയ്തത്, അതോ കോളേജിലും ഇത്രയും ഈ ഒരു 18 to 22 ഇയേഴ്സിലും ബുള്ളിങ് കോളേജിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആക്ച്വലി 5th ഗ്രേഡിൽ എൻ്റെ ഒരു പാഷൻ ഈ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നുള്ള ഒരു രീതിക്കൊക്കെ എനിക്കൊരു തോട്ട് വന്നതാണ്. ബുള്ളിങ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഉണ്ട്. കൈൻഡ് ഓഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ടുവേർഡ്സ് ഡൂയിങ് ഡാൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം,
എൻ്റെ സറൗണ്ടിങ്സിൽ കുറേ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോയി പഠിക്കണം. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു പെർട്ടിക്കുലർ സമയം എത്തിയപ്പോഴത്തേക്കും അതിനും ഒരു ചങ്ങല വീണു, ഒരു സിബ് വീണു. പിന്നെ വീട്ടിൽ നിന്നും വീണു, അത് നാട്ടുകാർ കാരണം വീണതാണ്, ഒരു കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ. ആൻഡ് ആ സമയം മുതൽ ബുള്ളിങ് ഉണ്ട്. പിന്നെ പ്ലസ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ആയ സമയത്ത് ഒബ്വിയസ്ലി പിന്നെ അതിൻ്റെ ഒരു ലെവൽ കൂടി. അങ്ങനെ പോയി ഒരു 10th ആയ സമയത്താണ് അതൊരു കടന്ന് ഒരു ഫിസിക്കൽ അസോൾട്ടൊക്കെ രീതിയിലോട്ടൊക്കെ ആയി. അത്രയും പ്രശ്നമായി എനിക്ക്. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുള്ള എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള അശ്വിൻസ് ഒക്കെ തന്നെ ഉറങ്ങി കിടക്കുമായിരുന്നു. ഭയങ്കര ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നാണ് ഒരു 10th ഗ്രേഡ്. അതുവരെ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു കംഫർട്ടബിൾ ഏരിയയിലുള്ള സ്കൂളിൽ നിന്നാണ്. അവിടെ ബുള്ളിങ് ഉണ്ടെങ്കിലും കളിയാക്കലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. വിഷമിക്കും, വീട്ടിൽ വരും, കരയും, അങ്ങനത്തെ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10th സമയത്ത് ഞാൻ ഒരു ഫാമിലി റിലേറ്റഡ് ഒരു കാര്യം കാരണം പുതിയൊരു സ്കൂളിലോട്ട് പോയി. ഞാൻ സ്കൂളിൻ്റെ പേര് പറയണമെങ്കിൽ പറയാം. ഒരു ആരും പോയി ചേരാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട ടീച്ചേഴ്സ് എല്ലാം അടിപൊളിയാണ്. പക്ഷേ അത്രയും കഞ്ചാവ് ടീംസ് പിള്ളേരുള്ളതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയും. ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. മേ ബി അവിടെ കുറെ ആൾക്കാർ ഇപ്പം നല്ലതായിട്ട് പഠിക്കുന്നുണ്ടാവും, അവർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിനെ പറഞ്ഞെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് ഒരു ദിവസം പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങിയ ക്ലാസ്സിൽ പോലും ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. അത്രയും പ്രശ്നമാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ട്. സോ ഐ ഹെയ്റ്റ്. ഞാൻ എൻ്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ആ സ്കൂളിൽ പോയിട്ടേ ഇല്ല. ഞാൻ ആ ഏരിയയിൽ പോകുമ്പോഴേ തിരിഞ്ഞിരിക്കും. അത്രയും പ്രശ്നം എനിക്ക് ആ ഒരു സംഭവം. എന്നിട്ട് ഇതേപോലെ സ്കൂളിൽ നിന്ന് ഭയങ്കര ഫിസിക്കൽ അസോൾട്ട് എന്തൊക്കെ രീതിയിലാണ് ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ലൈക്ക് അതൊന്ന് പറയാമോ? ഓഫ് കോഴ്സ്. അതെന്ന് പറഞ്ഞാൽ വേറെ എങ്ങനെ ഇപ്പം നമ്മൾ അതെന്താ ഇടിക്കുക, ചവിട്ടുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ ടീച്ചേഴ്സിനോടൊന്നും കംപ്ലൈന്റ് ആ ഒരു ഒഫീഷ്യൽ അതോറിറ്റീസിനോടൊന്നും കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു? ആ സമയം എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ട്രോമയിലോട്ട് പോയി. ഞാൻ ഭയങ്കര അത്രയും ഒരു ഡിപ്രഷൻ പിൽക്കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരു തരത്തിലും ഞാൻ അങ്ങനെ ഒരു മെന്റൽ സൈക്കാട്രിക് പേഷ്യൻസിനെ പോലെയൊക്കെ എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഒരു ട്രോമ, ഒരു പ്രഷർ പോലെ. 14 years ആ സമയം ഭയങ്കര ഒരു ട്രോമയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ ദർ ഈസ് എ ലിമിറ്റ്. ആ സമയം ഇപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അവരെന്നെ ബുള്ളി ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ആൻസർ. വാട്ട് ടു സേ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനെന്താ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിഗ്മ ബേസ്ഡ് ആയിട്ട് ശാശി ആയതുകൊണ്ടാണോ അങ്ങനെയൊക്കെ നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം ഐ ഫീൽ ഇൻസൾട്ടഡ്. വീണ്ടും എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1-2 സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, എനിക്ക് സീനാണ്. എക്സാം പേപ്പേഴ്സ് വരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുക, അവിടെ വെച്ചിട്ട് തെറി പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ടീച്ചേഴ്സ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് ഒബിയസ്ലി ആ കുട്ടികളുടെ അടുത്ത് പോയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം പിന്നെ എനിക്ക് ആറ്റുകാൽ പൊങ്കാലയാണ്. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് 15 വയസ്സുള്ള കുട്ടികളാണ് ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തുന്നതെന്നാണ്. ബിക്കോസ് അത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടേണ്ടതാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് കംപ്ലൈന്റ് ചെയ്യുമ്പം അതിന് ഇരട്ടിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമാണല്ലോ. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇപ്പോഴത്തെ പോലെ അല്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാസ് നോട്ട് റെഡി ടു ടോക്ക് അബൌട്ട് മൈസെൽഫ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പോലും സംസാരിക്കാൻ റെഡിയല്ല. എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല. ആ സമയം എല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ല. നമുക്കൊരു എത്ര ഇയർ മുന്നേ നമ്മൾ ആ ഒരു 15 years ആവുന്ന സമയത്ത് 22 ബാക്ക് കുറച്ച് വർഷം മുന്നേ, ഇപ്പോഴല്ലേ കുറച്ചുകൂടെ ഒരു അടിപൊളിയായി തുടങ്ങി. എന്നാലും അശ്വിൻ ഇസ് ജസ്റ്റ് 22. അപ്പം അശ്വിന്റെ 15 years എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ടില്ലല്ലോ. യെസ് ഓഫ് കോഴ്സ്. പക്ഷേ ആ സമയത്തും കുറച്ചുകൂടെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും സ്ട്രോങ് അല്ല. ഓക്കെ. അപ്പം അശ്വിൻ തന്നെ പറഞ്ഞു അശ്വിൻ ഒരു ഫെമിനിൻ ടച്ച് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം ആ ഒരു സെക്ഷൽ ഒരു ഐഡന്റിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു അപ്രോച്ച് അശ്വിൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്രോച്ച് ഇഫ് കൈൻഡ് ഓഫ് ഇതിങ്ങനെയാണോ, എന്താണ് ഇതിങ്ങനെ ഡിഫറെൻറ്റ്, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാർക്കെതിരെ സ്റ്റിഗ്മ ബേസ്ഡ് ആൻഡ് അഗെയിൻസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇതൊക്കെ കേൾക്കണം. എനിക്ക് ആക്ച്വലി നല്ല തൊലിക്കെട്ടിയാണ്. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ആരും പറയുന്ന ഹേർട്ട് ആവത്തില്ല. സോ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. അതിന്റെ പേരിൽ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുകയോ ആയിട്ടില്ല. ഡോണ്ട് കെയർ. അവരിങ്ങനെ ഒരുപാട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടേ, ദാറ്റ്സ് ഇറ്റ്.
പേരൻസ് ഒക്കെ എങ്ങനെയാണ്, നല്ല സപ്പോർട്ടാണോ ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക്? കാരണം ഓഫ് കോഴ്സ് നമ്മുടെ പേരൻസിൻ്റെ ഒരു ഇതാണ് പഠിത്തം, കാരണം അവർ പഠിപ്പിക്കുന്നു, അപ്പം അതിൽ നിന്ന് മാറി വേറൊരു ഫീൽഡിലേക്ക് പോകുന്നത് അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമാണോ? അവർ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ദേ വാസ് ലൈക്ക് ഇത്രയും എൻ്റെ ഒരു ഡ്രീം ഡീപ്പാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാര്യം ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ലോക്കൽ ഏരിയയിൽ ഭയങ്കര ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ പുറത്ത് പോയി പഠിക്കുക എന്നുള്ളൊരു സ്വപ്നമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു തോട്ടേ ഇല്ല നമുക്ക് ആ സമയത്ത്. ജസ്റ്റ് ആ സ്കൂളിൽ അവിടെയുള്ള ആൾക്കാർ ഫുൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പഠിക്കുക, ഈ സ്കൂളിൽ പോവുക, ഈ സ്കൂളിൽ നിന്ന് +2 കഴിയുക, പിന്നെ പഠിക്കുക, ഡിഗ്രി ഏതെങ്കിലും കോളേജിൽ പോവുക, ഡ്രോപ്പ് ചെയ്യുക, വരിക, പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക, അങ്ങനത്തെ ഒരു, പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു തോട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒരിക്കലും ഫാഷൻ ഷോ അല്ല, കോസ്റ്റ്യൂം ഡിസൈനിങ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ എൻ്റെ മൈൻഡ് തോട്ടിൽ പുറത്തുള്ള ആൾക്കാർ, മീൻസ് എൻ്റെ ഒരു ഏരിയയിലുള്ള ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു +2 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു തോട്ട്. അപ്പോൾ കുറച്ച് സമാധാനം, കുറച്ച് ഫ്രഷ് എയറിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം അഡ്മിഷൻ ഇട്ട്, ലൈക്ക് എനിക്കൊരു 95% ഒക്കെ +2-ലുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. എനിക്ക് എറണാകുളത്ത് തന്നെ കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാശി പിടിച്ചിട്ടാണ്. കാര്യം ബസ്സിൽ പോലും ഒറ്റയ്ക്ക് പോകാൻ അറിഞ്ഞുകൂടാത്ത ഞാൻ എങ്ങനെ എറണാകുളത്ത് പോകും? അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഒക്കെ എൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് കയറുന്നത്. അവർ വിചാരിച്ചില്ല ഇത്രയും ഡീപ്പായിരിക്കും. എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആദ്യ സമയമൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചാൽ എൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു നോൺ കെയർ, നീ ചെയ്യേ നല്ലതാ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. ദേ ഫീൽ സോ പ്രൗഡ്. ഐ തിങ്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ട്. ആക്ച്വലി ഒരു സപ്പോർട്ടിങ് ഉണ്ട് സ്റ്റഡീസിന്. അല്ല, ഇപ്പം ഈ ഒരു സെക്കൻഡ് റണ്ണറപ്പ് ഒക്കെ കിട്ടിയപ്പോൾ ഓഫ് കോഴ്സ് അവർ കുറച്ചും കൂടെ ഒരു പ്രൗഡ് ആയിരിക്കും ഒരു ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടിയപ്പം. ആൻഡ് ഓൾസോ ഇപ്പം 24 ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പേരൻസ് എന്തെങ്കിലും പറഞ്ഞോ അശ്വിൻ്റെ അടുത്ത്? പറയാൻ അവർ വിത്ത് മീ ഓൾവേസ്. അല്ല, എന്നാലും അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല എന്തെങ്കിലും അശ്വിന് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും അവർ പേഴ്സണലി പറഞ്ഞോ നേരത്തെ? ഒരുപാട് അവർ ഈ ബുള്ളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ദേ കാൺ സേ എനിത്തിങ് ടുവേർഡ്സ് സൊസൈറ്റി. ദർ ഈസ് എ ലിമിറ്റ്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ സമയത്തൊക്കെ അവർക്ക് ഒരുപാട് വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുക. ഇപ്പം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, എന്നെ മാറാനല്ല, അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല, അവരുടെ അടുത്ത് ഇനി മിണ്ടണ്ട, അവർ ശരിയല്ല, അങ്ങനെ ഒരു ടോക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ എന്നെ ടെലിവിഷൻ സ്ക്രീനിലൊക്കെ കാണണം. ജസ്റ്റ് ഭയങ്കര ഒരു എന്തോ പുള്ളിക്ക് ഭയങ്കര ഒരു വിഷാണ്. ഇനി നീ എന്നാടാ ഇനി ഇങ്ങനെ വരുന്നേ, എനിക്ക് എങ്ങനെ ഇനി ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നേ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ആ ഒരു മിസ്റ്റർ ഇന്ത്യയിൽ ആ ഒരു റണ്ണറപ്പ് പൊസിഷൻ കിട്ടിയപ്പോൾ ഡെഫിനറ്റ്ലി അച്ഛൻ ഭയങ്കര സന്തോഷമായി കാണാം. സന്തോഷം തറയിലല്ല, ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുക, അവരുടെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് പറയുക. അങ്ങനെയായിരുന്നു ആക്ച്വലി സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ. എനിക്ക് ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രി അല്ല, പാട്ട് പാടും. അപ്പോൾ ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലോ കളഞ്ഞിട്ട് നമുക്ക് തീരാറാകുന്ന സമയത്ത് ഓടിക്കാനായിട്ട്. എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഒരു ആൽബം CD എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന് ഇറങ്ങിയായിരുന്നു. പക്ഷേ നോ എനിബഡി സപ്പോർട്ടഡ് മീ. ആ ഒരു ക്ഷേത്രത്തിൻ്റെ, എൻ്റെ ഏരിയയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതിലാണ് എൻ്റെ അച്ഛൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങിയത്. പക്ഷേ ആരും അതിനൊരു സപ്പോർട്ട് ചെയ്തില്ല. അവസാനം എൻ്റെ വീട്ടുകാരെ എന്നെ പോയിരുന്ന് വിൽക്കേണ്ട അവസ്ഥ. ആ സമയത്ത് നമുക്കൊരു യൂട്യൂബോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെന്നെ എൻ്റെ വീട്ടുകാർക്കും എനിക്കും പേഴ്സണലി ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യത്തില്ല, കളിയാക്കല കംപ്ലീറ്റ്. ദേ പോകുന്ന മറ്റേ ആൽബത്തിലുള്ള ഇവനെന്താ നടന്ന് അങ്ങനെ പോകും. നമ്മളൊരു കളിയാക്കല്, കോമഡി പീസാക്കുക, അതൊക്കെ ഒരുപാട് വിഷമം അച്ഛനൊക്കെ ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം. സോ ആ സമയം മുതൽ എനിക്കൊരു വാശിയാണ്. ഏത് ഏജിലാണ്, ഇപ്പൊ 22 ആയി, ഏത് ഏജിലാണ് അശ്വിൻ ഈ ഒരു മോഡലിംഗിലേക്ക് ഇറങ്ങുന്നത്? മോഡലിംഗിൽ 20 അല്ല, ഏകദേശം 2 years back. അപ്പം നമുക്ക് ഈ മൂവിയിലൊക്കെ നമ്മളിപ്പം ഇൻഡസ്ട്രിയിൽ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ടോ?
ഓഫ് കോഴ്സ് പല ആൾക്കാർക്കും കുരു പൊട്ടും. ആക്ച്വലി എല്ലാവരും ഫീമെയിൽസിന് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ മെൻ ആർ നോട്ട് സേഫ് ഇൻസൈഡ് മോഡലിംഗ് ഇൻഡസ്ട്രി. ഒരുപാട് ആൾക്കാർ അവസ്ഥ കാരണം വഴങ്ങി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അശ്വിന് അങ്ങനത്തെ അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്? അശ്വിനോട് അങ്ങനത്തെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്? അപ്രോച്ചസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഹാവ് എ പ്രൊഫഷൻ, റൈറ്റ്? സോ എനിക്ക് പറയാം ധൈര്യമായിട്ട് നോ, ഓടിക്കോന്ന് പറയാൻ പറ്റും. പക്ഷേ ചില ആൾക്കാരുടെ അവസ്ഥ കാരണം അവർ ചിലപ്പോൾ പറയത്തില്ല. പക്ഷെ ഒരു മെന്നിനോടാണ് ഈ ഒരു അപ്രോച്ച് എന്നുള്ളത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫീമെയിൽസ് മേ ബി കുറച്ച് ആൾക്കാർ അങ്ങനെ ഫേസ് ചെയ്തേക്കാം. പക്ഷെ അശ്വിൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അതും നമുക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. ലൈക്ക് മെൻ ആർ നോട്ട് സേഫ് എന്നുള്ളൊരു സംഭവം പൊതുവേ ആരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. യെസ്, ഒരു പബ്ലിക്കിൽ വരുന്ന സമയത്ത് പല ഒരു ഭയങ്കര ഒരു കുറ്റം പറയുന്ന ഒരു ആൻറ്റി ഗേ അല്ലെങ്കിൽ ആൻറ്റി ബൈസെക്ഷുവലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഗേൾസ് പ്രഗ്നൻ്റ് ആവും, ബോയ്സ് പ്രഗ്നൻ്റ് ആവത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. പബ്ലിക്കിൽ വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ പേഴ്സണലി ഇങ്ങനെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അങ്ങനെ അപ്രോച്ചസ് വന്നിട്ടുണ്ടെങ്കിലും ഐ ഹാവ് എ പ്രൊഫഷൻ. സോ ആൻഡ് ഓൾസോ വൺ തിങ് ഈസ് എനിക്ക് പറയാനറിയാം, ഓടിക്കാനുള്ള ഒരു പവർ ഉണ്ട്, ഞാൻ ഓടിക്കും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഫസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനും ഒരു തുടക്കം ഉണ്ടല്ലോ, അപ്പം അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് ഒരു ഓണം ലേ മെറിഡിയൻ, ഓക്കെ, അവിടെ ഒരു ഷോയ്ക്ക് വേണ്ടി ഡിസൈനർ കളക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പേയ്മെൻറ്റ് പോലും ഇല്ലാണ്ട് ഇത്രയും മോഡൽസിനെ റെഡിയാക്കി തീരെ ഒന്നും ഇല്ലാണ്ട് തിരിച്ചു വരേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീരെ ഒന്നുമില്ലാത്ത കൊളാബിനൊക്കെ നമ്മൾ കൊണ്ടുപോയി ആഗ്രഹമാണ്. ലാസ്റ്റ് ഇപ്പോൾ ഷോയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളെ പേര് അനൗൺസ് ചെയ്യും, കോസ്റ്റ്യൂം ഡിസൈനർ അശ്വിൻ സുഗതൻ ഓൺ ടു ദ റൺവേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ളൊരു ഫീൽ, ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഇനിഷ്യൽ ടൈമിൽ എനിക്ക് യാതൊരു ഇൻകവും ഇല്ല. അപ്പോൾ വീട്ടുകാർ ഹോസ്റ്റൽ ഫീസിന് തരുന്നത്, ഫുഡ് കഴിക്കാൻ തരുന്നതൊക്കെ സേവ് ചെയ്ത് ഞാനും കളക്ഷൻ ഇറക്കുന്നു. വൺ ഫ്ലോപ്പ് ആയിരുന്നു, എന്നാലും ഐ ഡിഡ് ദാറ്റ്. ഓണം ഷോ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഭയങ്കര കുറേ നാൾ പട്ടിണിയൊക്കെ കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു തുടർച്ചയായിട്ട് വന്ന 2 ഷോയിലും അങ്ങനെ ചെയ്തിട്ട്. ഒരു ഷോയിൽ കോമഡി ആയിരുന്നു, തിരിച്ച് ഊബറിന് വരാൻ കാശില്ലാണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ. ഈ ലേ മെറിഡിയൻ ഷോ ഇല്ല, അത് വേറെയാ. വേറൊരു ഷോയിൽ തിരിച്ചു വരാനായിട്ട് കാശില്ല, ഫുഡ് കഴിക്കാനായിട്ടും ഇല്ല. കാര്യം ഉള്ള എല്ലാം സ്പെൻഡ് ചെയ്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ ഇത്ര കിട്ടും, പക്ഷെ അതൊന്നും കിട്ടാണ്ട് അവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു റെസ്പെക്ട് എവിടെയോ കുറവുണ്ട്, റെസ്പെക്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിന് ആ ഒരു വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ? ഓഫ് കോഴ്സ്, റാമ്പിൽ കയറുന്നത് വരെ, നമ്മുടെ കോസ്റ്റ്യൂം കയറുന്നത് വരെ നമുക്ക് വെള്ളം എടുത്തു തരാൻ വരെ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയാലും കുഴപ്പമില്ല, നമ്മൾ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ വാരി സെറ്റ് ചെയ്ത് വീട്ടിൽ എവിടെ പോവോ അതൊന്നും അവർക്ക് അറിയണ്ട, അവർ അവരുടെ കാര്യം നോക്കി പോവും. അതാണ് ഒരു കൈൻഡ് ഓഫ് ഡിസൈനർ കളക്ഷൻ ഇറക്കിയപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റാണ്, ബാഡ് ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഉണ്ടായത്. പിന്നെ അതാണ് ഐ സ്റ്റോപ്ഡ് ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസൈനർ കളക്ഷൻസ്. ബിക്കോസ് എല്ലാം ബിസിനസ്സാണ്, അവർ ₹1 കൂടുതൽ അവർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതേ ചെയ്യത്തുള്ളൂ. ദെൻ ഐ മൂവ് ടുവേർഡ്സ് പേജൻസ്, ബ്യൂട്ടി പേജൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള ഒരു ടൈറ്റിൽ അശ്വിനുണ്ട്. അപ്പം മേ ബി കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, എന്താണ് ഈ ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ളത്. അപ്പം ആ ഒരു ടാഗ് എങ്ങനെയാണ് അശ്വിന് കിട്ടിയത്? ടാഗ് കിട്ടിയത് ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ഫോർ മീ ആൻഡ് ബ്ലെസ്ഡ് ഐ തിങ്ക്. നമ്മുടെ മിസ് ടീൻ സൂപ്പർ ഗ്ലോബൽ ഇന്ത്യ ലെവലിൽ, നാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻ നടന്ന സമയത്ത് ഞാനാണ് കോസ്റ്റ്യൂം ചെയ്തത്. അതുപോലെ ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയും കൂടെ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഐ തിങ്ക് ഇന്റർനാഷണൽ ലെവലിൽ പുറത്തൊക്കെ പോയി ചെയ്യുന്ന, കിഡ്സിൻ്റെയും ടീനിൻ്റെയും ഇടയ്ക്ക് നടക്കുന്ന 2 ഷോസ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ നാഷണലിൽ മത്സരിച്ച സമയത്ത് ഐ ഡിഡ് 2 പേരുടെ കോസ്റ്റ്യൂം ഞാൻ ചെയ്തായിരുന്നു. ഇന്ത്യനെ റെപ്രസെൻറ്റ് ഇല്ല, നമ്മുടെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായി. അവിടെ ഇപ്പോൾ കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ നടന്ന സമയത്ത് എൻ്റെ ആ ഒരു ഇവിടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്ത ആ കോസ്റ്റ്യൂമിന് ബെസ്റ്റ് നാഷണൽ കോസ്റ്റ്യൂം അവാർഡ് നാഷണൽ ലെവലിൽ ഫസ്റ്റ് കിട്ടി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് തായ്ലാൻഡിൽ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ മന്ത് ഏകദേശം ഒരു 14-13 അതിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു ആ ഒരു കോമ്പറ്റീഷൻ. പെജൻ്റാണ്, ബ്യൂട്ടി പെജൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയ
കുട്ടി എൻ്റെ കോസ്റ്റ്യൂമാണ് ഇട്ടത്. നോട്ട് ഓൺലി ദാറ്റ്, ആ ഒരു ഇവിടെ നാഷണൽ ലെവലിൽ നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് കിട്ടിയത് കൊണ്ട് വേറെ 4 രാജ്യത്തിനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ എനിക്ക് കിട്ടി. അങ്ങനെ അവിടെ ഒമാന് വേണ്ടിയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത കോസ്റ്റ്യൂമിന് അവിടുത്തെ വേൾഡിൽ എല്ലാ രാജ്യത്തു നിന്നും ബെസ്റ്റ് നാഷണൽ കോസ്റ്റ്യൂം അവാർഡ് ഈ വർഷത്തെ ബെസ്റ്റ് നാഷണൽ കോസ്റ്റ്യൂം കിട്ടി. സോ ദാറ്റ്സ് വൈ. കൺഗ്രാറ്റ്സ്. ഒത്തിരി ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കാനായിട്ട് തന്നെ. ആൻഡ് ഓൾസോ അശ്വിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അശ്വിന് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്. ഈ പൊതുവെ ആണുങ്ങൾ മേക്കപ്പ് ഇടുന്നതിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പൊതുവെ ഒരു വലിയ അറിവില്ലാത്ത ആൾക്കാരാണ് ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അശ്വിൻ്റെ ഏതെങ്കിലും ഫോട്ടോസിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു മേക്കപ്പ് ഇട്ടതിനെ പറ്റി? അല്ലാതെ തന്നെ സ്കൂളിലോ കോളേജിലോ ഒക്കെ മേക്കപ്പ് ഇട്ടതിന് ഒരു എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കൈൻഡ് ഓഫ് സോഷ്യൽ സ്റ്റിഗ്മ ബേസിലുള്ള ഒരു ഉത്തമ പുരുഷൻ മേക്കപ്പ് ഇടാൻ പാടില്ല എന്നൊരു ചട്ടം നമ്മുടെ ഒരു സൊസൈറ്റിയിലുണ്ട്. സോ ഞാൻ മേക്കപ്പ് ഇടുന്നത് അതിനൊരിക്കലും എഗെയിൻസ്റ്റ് ആയിട്ടല്ല. എനിക്കിപ്പോൾ കുറേ നമ്മളിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ നമ്മുടെ ഒരു ഫേഷ്യൽ സ്ട്രക്ചർ ഇങ്ങനെ ആക്കാം എന്നൊക്കെ ഒരു ഇഷ്ടങ്ങളുണ്ടാവില്ല. പേഴ്സണൽ സ്റ്റഫ്സ് ആണ് അതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓവറല്ല, ജസ്റ്റ് എൻ്റെതായിട്ടുള്ളൊരു കൊണ്ട് ചിലപ്പം മേ ബി ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇത് ഐലാഷസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ചെറിയ പരിപാടികൾ. ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഇതെനിക്ക് ചെറിയ രീതിക്കേ ഞാൻ ചെയ്യത്തുള്ളായിരുന്നു. ലൈവിലാണ് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൈൻഡ് ഓഫ് ലൈവിൽ വന്നൊക്കെ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇതുപോലെ എന്താണ് ഇങ്ങനെ, നീ അതിട്ടിട്ടുണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ക്രിഞ്ച് ഫീൽ വരും. ആദ്യമൊക്കെ എനിക്ക് ക്രിഞ്ച് ഫീൽ ആയിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ വിടത്തില്ല. കാര്യം എൻ്റെ കോളേജിൽ തന്നെ അവരൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സോ എന്നാലും ഞാൻ പറയും, കോളേജിൽ തന്നെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഈവൻ ഞാനൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താൽ പോലും വന്നിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ പബ്ലിക് ലൈവിൽ എല്ലാ 50 സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾ. അതിൻ്റെ അകത്ത് പെർട്ടിക്കുലർ ഒരു മിസ്സുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതേപോലെ, അശ്വിൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി മാം, കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ചു പറഞ്ഞു, ആണല്ലേ, സാധാരണ നോർമലായിട്ടുള്ള ആൺകുട്ടികളൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ദെൻ അപ്പോൾ ഞാൻ ചോദിച്ചു, മാമിന് എന്നെ കണ്ടിട്ട് അബ്നോർമലായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു മെഡിക്കൽ പ്രൊഫഷൻ പഠിക്കുന്ന ആളാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നത്. പക്ഷേ ഷീ ഈസ് ടു മച്ച് സപ്പോർട്ട്. അതൊന്നും അവരുടെ ഒരു അറിവില്ലായ്മയായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ. ആൻഡ് ഞാൻ റിയാക്ട് ചെയ്തത് ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ടീച്ചേഴ്സിനെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവർ ഈ ഒരു അറിവില്ലായ്മ ഒരിക്കലും പോയി പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ്. കാര്യം ഇപ്പോൾ നമുക്കറിയാത്തത് ഒരാൾക്കറിയാത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തവണ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു അപ്രോച്ച് ആയിരിക്കത്തില്ല എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്, വേറൊരു ലെവലേക്ക്. പിന്നെ അവർ ബാക്ക് ടു ഒരു കൈൻഡ് ഓഫ് അവരുടെയൊക്കെ തോട്ട് പ്രോസസ്സൊക്കെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മാറാൻ തുടങ്ങി. പിന്നെ എന്നെ ആദ്യമൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് വരുന്ന ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഏതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കാൻ തുടങ്ങിയതാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വന്നു തുടങ്ങി. സോ അല്ല, അശ്വിനെ പോലെ തന്നെ മേക്കപ്പ് ഇടാനായിട്ട് ആഗ്രഹമുള്ള ആൺകുട്ടികൾ കാണും. അപ്പം അവർക്ക് ഉള്ളൊരു അഡ്വൈസ് എന്താണ്? എന്തെങ്കിലും സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു ചെറിയൊരു മെൻസിന് വേണ്ടിയിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് പറ. ഇല്ല, ആക്ച്വലി ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇതിൽ ഞാൻ കാണാൻ കൊള്ളാം. ഇത് ആരെങ്കിലും വരുമ്പോഴേ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഈ ഒരു ഇതിൽ ഫീൽ ചെയ്യുവാണെങ്കിൽ ഞാൻ സ്കിൻ കെയർ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അല്ലാതെ അവസാനം ഇവനാണ് സ്കിൻ കെയർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വരും. അല്ല, എന്നാലും അശ്വിന്റെ ഒരു റുട്ടീൻ പറ. സ്കിൻ കെയർ ഇപ്പോൾ കൈൻഡ് ഓഫ് എൻ്റെ ഫേസിലൊക്കെ കുറച്ചിങ്ങനെ സ്പോട്സ് ഒക്കെ ഉണ്ട് ഡ്യൂ ടു ചിക്കൻ ബോക്സ്. അല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എനിക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് പാമ്പറിങ് ഒക്കെ ഞാൻ കൂടുതൽ ചെയ്യാറുണ്ട്. അതെൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ കെയർ ചെയ്യാറുണ്ട്. നല്ല എത്രത്തോളം എന്നെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റണോ അത്രത്തോളം ഞാൻ കെയർ ചെയ്യാറുണ്ട്. ടിപ്സായിട്ടൊക്കെ ഞാൻ ഇതിൽ അതോട് പറയുന്നത് കൊള്ളാമെങ്കിൽ മാത്രം ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ അശ്വിന് പൊതുവെ? നോ, ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഇല്ല. ഫ്രണ്ട്സ് ആണെന്ന് പറയാനായിട്ട് ഒരു 1-2 അത്രയ്ക്കും ലിമിറ്റാണ്. എനിക്ക് ഞാൻ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. കാര്യം എനിക്ക് മുന്നേ ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻസ് എൻ്റെ ഫ്രണ്ട്സ് കൂടെ നിന്നിട്ട് എനിക്ക് ഒരുപാട് ബാഡ് ഇമ്പാക്ട്സും നെഗറ്റീവും പബ്ലിക്കിൽ എനിക്ക് മോശമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ
ഞാൻ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് ഒരു ഫ്രണ്ട്സിനെയും അടുപ്പിക്കാറില്ല, ഇതാറില്ല. കാര്യം എനിക്ക് എൻ്റെ ഒരു ചിലപ്പോൾ അതൊരു മെൻ്റൽ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും. ഒരു നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. നമ്മുടെ സർക്കിളിലേക്ക് വരുന്നവരെയൊക്കെ ഒരു ഷീൽഡ് ഇട്ടാണോ അശ്വിൻ? ഓഫ് കോഴ്സ് ഞാൻ ആരെയും എൻ്റെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എപ്പോഴെങ്കിലും ഒരാൾ വന്ന് പറയാണ് എനിക്ക് അശ്വിനെ അറിയാം, അശ്വിൻ ഇങ്ങനെ അല്ല, ഇങ്ങനത്തെ ഒരാളല്ല എന്ന് പറയാനായിട്ട് ആരും കാണത്തില്ല. പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴേ ഞാൻ പറയുവാണ് ഇറ്റ്സ് ഫേക്ക്. എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു വീക്ക്നെസ് ഒന്നും അറിയാമെന്നുള്ള ആരുമില്ല, ഓൺലി മീ. എനിക്കത് നമ്മൾ വീക്ക്നെസ് അറിഞ്ഞാലല്ലേ നമ്മൾ ആൾക്കാരെ കൂടുതൽ ട്രിഗർ ചെയ്യത്തുള്ളൂ, കുത്തി നോവിക്കത്തുള്ളൂ, ട്രിഗർ ആകത്തുള്ളൂ, എന്താ വെച്ചിട്ട് അങ്ങനെ കുത്തി നോവിക്കത്തുള്ളൂ, കൂടെ നിന്ന് പണി തരത്തുള്ളൂ, അങ്ങനെയൊക്കെ. സോ എന്നെ അതൊന്നും മെൻ്റലി എഫക്റ്റ് ചെയ്യാത്തത് ഞാൻ എൻ്റെ വീക്ക്നെസ് ആരുടെയും ഫ്രണ്ടിൽ എക്സ്പോസ് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. എനിക്ക് ചേരുന്ന മാച്ച് അല്ലാത്ത ഫ്രണ്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നു പറഞ്ഞത് എനിക്ക് പറ്റാത്ത. സോഷ്യൽ പ്രഷർ കൊണ്ടാണോ അതോ പുറത്തു പോകണം അങ്ങനത്തെ ഉള്ള പ്രഷർ കൊണ്ടാണോ? അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ആളിനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിടാണ്ട് എനിക്ക് സമാധാനമേ കാണത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആരെയും നാച്ചുറലി ഇനി ചിലപ്പോൾ എനിക്ക് ഭാവിയിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, ചിലപ്പോൾ അതെൻ്റെ പാർട്ട്ണർ ആകും, ഐ ഡോണ്ട് നോ. സോ ഇപ്പൊ കറന്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. കറന്റ് സിംഗിൾ ആണ്? ഓഫ് കോഴ്സ് സിംഗിൾ ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. പിന്നെ കൂടുതൽ വിഷമമൊക്കെ വരുന്ന സമയത്ത് ഐ വിൽ ടോക്ക് ടു അമ്മ. എൻ്റെ അടുത്ത ക്വസ്റ്റൻ അതായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം വരുവാണെങ്കിൽ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളതായിരുന്നു. അമ്മയാണ് വിളിക്കുന്നത്. ഒരുപാട് നമുക്കിപ്പോൾ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷേ ഒരു ഔട്ട്ലൈനൊക്കെ പറഞ്ഞ് വിഷമം വരുന്ന സമയത്ത് കരയാനായിട്ട്. കാര്യം നമ്മൾ ചീറ്റ് ചെയ്യത്തില്ലല്ലോ, അമ്മ ചീറ്റ് ചെയ്യത്തില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ആളെ വിളിച്ചിട്ട് നമ്മളിപ്പോൾ അയ്യോ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് ബോധേഡാണ് അതിനൊക്കെ പറ്റി. ഇവൻ ഈ പണ്ട് ഇങ്ങനെയൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് ആരും ഒരു സപ്പോർട്ട് തരേണ്ട ആവശ്യമില്ല. ഒരിക്കലും അമ്മ അങ്ങനെ കംപ്ലൈൻറ്റ് പറയത്തില്ല? നെവർ. ഷീ ഈസ് വിത്ത് മീ ഓൾവേസ്. എൻ്റെ എല്ലാ ഒരു ആൾക്കാർ കുറ്റം പറയുന്ന സമയത്തും പാരൻസ് രണ്ടുപേരും ദാറ്റ് എനിക്ക് അമ്മൂമ്മ ഉണ്ടായിരുന്നു. സോ ഷീ വാസ് എന്നെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിലല്ല കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇച്ചിരി ഒരു അണ്ടർ ടോൺ ആണ്. അപ്പോൾ ആ ഒരു കാലത്തൊക്കെ എല്ലാ ആൾക്കാരും ഭയങ്കര ഇങ്ങനെ ഫെയർ ആയിട്ട് വരിക, അതൊക്കെ നമ്മൾ ഭയങ്കര അവർ ഭയങ്കര കളർ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ കറുത്തിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പച്ചയ്ക്ക് ഇങ്ങനെ അങ്ങനെ നമ്മൾ പറയത്തില്ല ഇവൻ ഈ കളർ ചേരത്തില്ല, ഈ ഡ്രസ്സ് ചേരത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മ മാത്രമാണ് ആക്ച്വലി എൻ്റെ കുഞ്ഞ് ഭയങ്കര ഐശ്വര്യമുള്ളതാ, കാണാൻ നല്ല സുന്ദരനാ എന്നൊക്കെ പറയുമായിരുന്നു എപ്പോഴും. ഇതുവരെയായിട്ടും വേറെ ആരും എന്നെ അങ്ങനെ ആ സമയത്തൊന്നും, ഇപ്പോഴും പല ആൾക്കാരും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് യാ താങ്ക് യു അത്രയും മാത്രം. ഇപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നല്ല, ഫോർ മീ ഐ എം ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ആ സമയത്തൊന്നും ആരും പറയാനില്ലായിരിക്കും. എനിക്കൊരു ആശ്വാസം പുള്ളിക്കാരത്തി പറയുന്നത് മാത്രമായിരുന്നു. പുള്ളിക്കാരത്തി പോയി, ദാറ്റ്സ് ഇറ്റ്. യാ ഞാൻ വന്നപ്പോൾ തൊട്ട് അശ്വിനെ ശ്രദ്ധിക്കുവാണ്. എനിക്കിങ്ങനെ എവിടെയോ കണ്ടിട്ടുള്ള ഒരു മുഖം പോലെ, ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു കൊറിയൻ മല്ലു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു എവിടെയോ ഒരു ഫേസ് കട്ട് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കൊരു അർജൻറ്റായിട്ടൊരു പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് എൻ്റെ അർത്ഥം. ഐ ഹേറ്റ് ദാറ്റ് ബിച്ച് ലിറ്ററലി. എനിക്ക് ഇഷ്ടമേ അല്ല ആളിനെ, പെർട്ടിക്കുലർ പേഴ്സൺ. ഐ തിങ്ക് ദാറ്റ് ഹി ഈസ് കംപ്ലീറ്റ്ലി, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മളൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദാറ്റ് പുള്ളി ഡിസേർവ് ചെയ്യുന്നു അത്. അതാണ്. അപ്പോൾ ഐ ഹേറ്റ് ഹിം, ലിറ്ററലി ഐ ഹേറ്റ് ഹിം. ഈ ഇടയ്ക്ക് തന്നെ കുറേ കോൺട്രവേഴ്സീസിലൊക്കെ പുള്ളി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഞാനും കുറേ ഇങ്ങനെ എന്തെങ്കിലും ക്ലാഷ് ലൈക്ക് പുള്ളി ഇങ്ങനെ എല്ലാ ആൾക്കാരുടെ പേഴ്സണൽ DMലൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി വന്നിട്ട് പേഴ്സണലി ഐ എം ഗോയിങ് ടു ഡു ദിസ് എഗെയിൻസ്റ്റ് യു എന്നൊക്കെ പറയും. പുള്ളി ഒരുപാട് വൃത്തികെട്ട കമൻറ്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ. പല ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ ഈ ഇടയ്ക്ക് ഒരു ബിഗ് ബോസ് ഫെയിമിനായിട്ടൊക്കെ ഒരു എന്തോ ഒരു വൃത്തികെട്ട കമൻറ്റ് ഇട്ടുന്നത്. പക്ഷെ പുള്ളി അതുപോലെ പറഞ്ഞിട്ട് ഈ കമൻസിനെ പുള്ളി ഡിലീറ്റ് ചെയ്യും. വാട്ട് എവർ ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷേ ഒരു പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നായിരുന്നു. പുള്ളി പണ്ട് കുറേ ഇങ്ങനെ പുള്ളിയുടെ എനിക്ക് തോന്നുന്ന അമ്മച്ചിയുടെയോ ആരുടെയൊക്കെ സെറ്റും മുണ്ടോ കൊടുത്തിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു, കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൈൻഡ് ഓഫ് ക്രോസ് ഡ്രസ്സിങ്. അത് ക്രോസ് ഡ്രസ്സിങ് ചെയ്തിട്ട് ഭയങ്കര നല്ലതായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇറ്റ്സ് ലൈക്ക് പേഴ്സണൽ സ്റ്റഫ്സ്. പുള്ളിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം എൻ്റെ ഇഷ്ടമാണ്, പുള്ളിയുടെ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തിയപ്പോൾ ഹീ സ്റ്റാർട്ടഡ് സേയിങ് ലൈക്ക് ഹീ സ്ട്രൈറ്റ്
ഓക്കെ. ഹീ സ്ട്രൈറ്റ് ആൻഡ് ഹീ സ്റ്റോപ്ഡ് ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. പിന്നെ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ കെയർ ചെയ്യുന്നില്ല. കാര്യം ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും ഹീ ഡോണ്ട് ഡിസേർവ്. എൻ്റെ വായി കൂടെ ആ പുള്ളിയെക്കുറിച്ച് പറയാൻ പോലും ഡിസേർവ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. യാ, നമ്മൾ എന്തിനാ വേറൊരാൾക്കൊരു ഫ്രീ പ്രൊമോഷൻ അതാണ്. എന്നാലും ഈ പുള്ളി പറഞ്ഞു ഐ വാസ് സപ്പോർട്ടിങ് LGBTQIA+. എല്ലാ ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൻ്റെ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ താഴെ പോയിട്ട് ഈ പുള്ളി എന്ത് ചെയ്യും, വളരെ ഇതായിട്ട് ഇപ്പോൾ കോമൺലി കേൾക്കുന്ന വാക്കുകൾ കുണ്ടൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇത് അവൻ ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് ഐ വാസ് വൺ ടൈം ഞാൻ LGBTQIA+നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ആരെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുക LGBTQIA+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഒരിക്കലും ക്രോസ് ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് മാത്രം ആയിരിക്കത്തില്ല ഉള്ളത്, റൈറ്റ്? അപ്പോൾ അതിനകത്ത് മേ ബി ആ ഒരു പെർട്ടിക്കുലർ ആൾക്കാരായിരിക്കും പുള്ളി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു എല്ലാ ആൾക്കാരും ഇപ്പോൾ ഗേ പേഴ്സണാലിറ്റീസ്, ബൈ പേഴ്സണാലിറ്റീസ്, അല്ലെങ്കിൽ വേറെ ഒരു മാൻ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് മേ ബി ശാശി ആവണമെന്നില്ല. അവരുടെയൊക്കെ പേഴ്സണൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും മാനറിസും ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഹൗ ഹി ക്യാൻ സേ ലൈക്ക് ഹി വാസ് സപ്പോർട്ടിങ് LGBTQIA+? ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഹീസ് ലൈക്ക് ഇംപ്ലൈൻ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഭയങ്കര ഒരു നെഗാണ്. സോ ഐ ഹേറ്റ് ഹിം, ലിറ്ററലി ഐ ഹേറ്റ്. അല്ല, അത് ഈ ഒരു കാരണം കൊണ്ടാണോ ഇപ്പോൾ ഞാനത് പറഞ്ഞതുകൊണ്ട് അശ്വിന് പുള്ളിനെ ഇഷ്ടമില്ലാത്തത്, അതോ അശ്വിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആസ് എ പേഴ്സൺ എനിക്ക് എന്നെയായിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു 1-2 നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ. എന്നെ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനുമായിട്ട് പേഴ്സണലി പ്രശ്നമുള്ള ആൾക്കാർ അത് ഞാനുമായിട്ട് തീർക്കട്ടെ. പക്ഷെ സൊസൈറ്റിയിൽ പിടിച്ച് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊള്ളും. ദാറ്റ്സ് ഇറ്റ്. നമ്മളൊക്കെ ഐ വോണ്ട് ടു ബിക്കം എ സോഷ്യൽ വർക്കർ അറ്റ് ഫ്യൂച്ചർ. സോ അത് എന്നെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഐ ഹേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇപ്പം അശ്വിൻ ഒരു ഫിസിയോതെറാപ്പി സ്റ്റുഡൻ്റ് ആണ്, ഇപ്പം ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ ആഗ്രഹം, അതോ ഇപ്പം ഓൾറെഡി ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പ്ലസ് ഒരു മോഡൽ കൂടെയാണ്, അപ്പം അതിലേക്ക് തിരിയാനാണോ അശ്വിൻ്റെ പ്ലാൻ? ഒരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് പേഴ്സണലി. കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മടുക്കാറില്ല. എൻ്റെ പേഴ്സണൽ ഉറക്കം, നമ്മുടെ കുറേ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഉറങ്ങുക, വിശപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും ആക്ച്വലി. എൻ്റെ ഒരു ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്കൊരിക്കലും മടുക്കത്തില്ല. സോ if I got a better opportunity to money is very much important, right? I am not going to drop this like physiotherapy physiotherapy alla costume designing ഒരിക്കലും ഡ്രോപ്പ് ചെയ്യത്തില്ല. not going to do that. എന്നാലും ഒരു പ്രയോറിറ്റി ഒരു ഫിനാൻഷ്യൽ ബേസിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ചൂസ് ദാറ്റ്. ആൻഡ് ഓൾസോ ഐ വിൽ ഒരു സൈഡ് പോലെ ഒരു ഫാഷൻ ഡിസൈനിങ് കൊണ്ടുപോകും. എനിക്കിനി ഭാവിയിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആസ് എ ഡിസൈനർ ഐ എം ഷുവർ ദാറ്റ് മേ ബി അതിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ വർക്ക്. ഓക്കെ, ഞാൻ അതിനോട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. ഫിസിയോതെറാപ്പി ഡ്രോപ്പ് ചെയ്യത്തില്ല. ബിക്കോസ് ഫൈനൽ ഇയർ ആയി. ഫിസിയോതെറാപ്പി ബേസ് ചെയ്തിട്ട് ആക്ച്വലി ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എനിക്ക് ഒരുപാട് ഇപ്പോൾ തന്നെ കുറേ ന്യൂസ് ചാനൽസിലും കട്ടിങ്സിലും ഒക്കെ മെയിനായിട്ട് എടുത്ത് വന്നിരിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥി. ദാറ്റ്സ് എ കണ്ടന്റ്. സാധാരണ ഡിസൈനേഴ്സിന് കിട്ടാത്തൊരു എന്തോ ഒരു പ്രിവിലേജും റെസ്പെക്റ്റും എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് ഓൺലി ഡ്യൂ ടു ഐ എം എ മെഡിക്കൽ സ്റ്റുഡൻറ്. ദാറ്റ്സ് ഇറ്റ്. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു റെസ്പെക്ട്, ഈ ഒരു ഹൈപ്പ് കിട്ടത്തില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം അങ്ങനെ ആവരുത്. കാര്യം എല്ലാ പ്രൊഫഷനും റെസ്പെക്ട് കൊടുക്കണം. പല ഷോസിലും ഞാൻ കണ്ടിട്ടുള്ളതാണ് ബാക്കിയുള്ള ഡിസൈനേഴ്സിനെ കമാൻഡ് ചെയ്യുക, ഒരു കൈൻഡ് ഓഫ് ഒരു സ്ലട്ട് പോലെ ആക്ട് ചെയ്യുക. എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ കമാൻഡ് ചെയ്യുക, നമ്മൾ ഓർഡർ ചെയ്യുക. അത് എൻ്റെ അടുത്ത് നമുക്ക് നടക്കത്തില്ലല്ലോ. സോ ഞാൻ ഓടിച്ചു വിടും. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓടിച്ചു വിടും. പക്ഷേ ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറേ സ്ഥലത്തു നിന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതൊരു കൈൻഡ് ഓഫ് പ്രിവിലേജ്. ഐ ഡോണ്ട് നോ. സോ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഗോയിങ് ടു ഡ്രോപ്പ് മെഡിക്കൽ പ്രൊഫഷൻ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഫ്യൂച്ചറിൽ ജീഡിയാട്രിക് റിലേറ്റഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്.
അതേപോലെ തന്നെ അശ്വിൻ, ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ കാണും, പക്ഷെ സാഹചര്യം അനുവദിക്കാത്ത കുട്ടികൾ കാണും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടേണ്ടതെന്ന് അറിയാത്ത കുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാം, അതിനുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു അഡ്വൈസ് പറയാമോ? മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ സ്റ്റെപ്സ്, ഇറ്റ്സ് ലൈക്ക് വെരി, നമ്മളിപ്പോൾ ആരെയും, ഫോർ മീ ഇതെൻ്റെ ഒരു തിയറിയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് തവണ ഇപ്പോൾ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു വിഷ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്, എന്നെ കൊണ്ട് ആ പുള്ളിക്ക് അത് നടത്താൻ പറ്റും, ഇറ്റ്സ് ഈസി ആണെങ്കിൽ ആ പുള്ളി അതിൻ്റെ ഒരു പകുതി എഫേർട്ട് ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് അതൊരു ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ആളുടെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരാൾക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കത്തില്ല. കാര്യം അതിൻ്റെ വാല്യൂ എന്താണെന്ന് ആ പെർട്ടിക്കുലർ പേഴ്സൺസിന് മനസ്സിലാവത്തില്ല. സോ അങ്ങനെ ഒരു ഇതാണ് എൻ്റെ ഒരു പോളിസി. സോ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണല്ലേ, മൊബൈലുണ്ട്, മൊബൈൽ ഫോൺസ് ഉണ്ട്, സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കയ്യിലാണ്. വേൾഡ് ഫുള്ള് നമുക്ക് വേണമെങ്കിൽ കിട്ടും. എല്ലാവരും ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്, പണ്ടുള്ള കുട്ടികളെ പോലെ അല്ല. സോ ഐ വിൽ സേ ലൈക്ക്, എനിക്കങ്ങനെ സജഷൻസ് ഒന്നുമില്ല. വാട്ട് യുവർ വേ, അവരുടെ യുണീക്ക് വേയിൽ അവർ തന്നെ കയറി വരേണ്ടതാണ്. റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ഡ്യൂ ടു ദം. കുട്ടികളായാലും വലിയ ആൾക്കാരായാലും it's only due to them. If they are enjoying that kind of values or something, അത് കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ. I can't say anything. It's personal things, right? Yeah, that's it. അതേപോലെ തന്നെ അശ്വിൻ, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അശ്വിൻ പോകുന്ന വഴിക്ക് പല പേരുകൾ, അത് പറയുന്നില്ല, പേരുകൾ വിളിക്കാറുണ്ടായിരുന്നു. അശ്വിൻ്റെ സെക്ഷൽ ഇതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല വാക്കുകൾ അശ്വിൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. അപ്പോഴെപ്പോഴേലും അശ്വിന് തോന്നുന്നു, ലൈക്ക് അശ്വിൻ്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് മെയിലാണ്, പക്ഷെ അശ്വിൻ എപ്പോഴേലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ളൊരു ഇത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കോഴ്സ് എനിക്കങ്ങനെ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ എനിക്കങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ എന്താണ് ഇങ്ങനെ എന്നെ പറയുന്നത്, എന്ത് പറ്റി അങ്ങനെ ഇതാക്കാനായിട്ട് എന്നൊക്കെ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു എക്സ്ട്രോവേർട്ടൻ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുതിലേക്ക് എന്താ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി സംസാരിക്കുക, ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യുക. എനിക്ക് ഭയങ്കര ഫിയറാണ്. ഇപ്പോൾ ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാര്യം ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും. ദേ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് മീ, എന്നെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇനി അവർ നമ്മളെ പറ്റിയാണോ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫസ്റ്റ് ഇല്ല കേട്ടോ, കേൾക്കാത്തൊരു സംഭവം. പക്ഷെ എനിക്ക് ലൈവിൽ പറയുന്നതൊക്കെ ആ സമയം ഭയങ്കര ഹേർട്ടിങ് ആയിരുന്നു. ഇപ്പോഴൊന്നും അല്ല, പഴയ ഒരു കുഞ്ഞു മനസ്സിനെയൊക്കെ ആൾക്കാർ ഇത്രത്തോളം വേദനിപ്പിക്കാൻ അത്രയും ക്രൂരരായിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടേത്. സോ എല്ലാവരും അല്ല, അഗെയിൻ ഐ എം സെയിങ്, കുറച്ച് ഒരു മോസ്റ്റ് ആ സമയത്തൊക്കെ മെജോറിറ്റി അങ്ങനെയുള്ളത്. അപ്പോൾ എനിക്ക് പേടിയാണ് പോകാനായിട്ട്. ആകെപ്പാടെ ഞാൻ എൻജോയ് ചെയ്യുന്ന ടൈം, എനിക്ക് കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് സ്കൂൾ കലോത്സവത്തിലൊക്കെയാണ്. കാര്യം ആക്ച്വലി ഞാൻ പാട്ട് പാടും, കുറച്ച് ഡാൻസ് കളിക്കും, മോണോ ആക്ട്സ് ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കുറേ പ്രൈസ് വിന്നിങ്സ് ഒക്കെ ആവുക, സ്റ്റേറ്റിൽ പോവുക, ജില്ലയിൽ പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കൂളിലൊന്ന് ഇതായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു ദൈർഘ്യം ഭയങ്കര കുറവായിരിക്കും, ഒരു 2 weeks. ആ സത്യത്തിൽ ആ ഒരു ടൈമിലൊക്കെയാണ് എനിക്ക് ഒരു യുണീക്ക്, നമ്മളിങ്ങനെയുള്ള ടാലൻസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യും. എന്നെ ആൾക്കാർ എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നായിരുന്നു കുഞ്ഞുനാളിലൊക്കെ. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ആൾക്കാർ എന്താ ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒക്കെ എനിക്ക് കൺഫ്യൂഷൻസ് ആയിരുന്നു. പക്ഷേ ഒരു വെനെവർ ഐ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് മൈ സെൽഫ്, എപ്പോഴാണോ എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, ആ ഒരു ഇൻസ്റ്റൻറ്റ് മുതൽ എന്നെ ഇതൊന്നും ബോദർ ചെയ്യത്തോ എഫക്റ്റ് ചെയ്യത്തുള്ള ടുവേഴ്സ്. നേരത്തെ ചോദിച്ചല്ലോ, കയറി വരുന്ന ആൾക്കാർക്ക് ബാരിയർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലോ എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് വെയിറ്റ് സംബഡി ടു അക്സെപ്റ്റ്. ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് ഹൂ യു ആർ. അത് whenever I started accepting myself as who I am, അത് മുതലും എനിക്ക് എന്നെ പ്രിഫറൻസ് ആയി. അഹങ്കാരമല്ല, എനിക്ക് എന്നെ ഒരു പ്രയോറിറ്റി, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ എതിരെ വരുന്ന, അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാണ്ടായി. യെപ്പ്, ദാറ്റ്സ് ഇറ്റ്.
അശ്വിനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. സെൽഫ് ഡേറ്റിനൊക്കെ പോവാറുണ്ടോ? വേറെ ആരും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയല്ലേ പോകും. അല്ല, വേറെ ആൾക്കാരുള്ളവരും സെൽഫ് ഡേറ്റിന് പോകണം. അത് ഇറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. പോകാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ തന്നെ എനിക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഫുഡൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. എന്നെ തന്നെ ഞാൻ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു കറണ്ട് ഉള്ള ഒരു സൊസൈറ്റിയുടെ ഒരിത് വെച്ചിട്ട് ആരും നമ്മളെ എന്ത് ചെയ്യത്തില്ല, നമ്മളെ ഒന്ന് വിഷ് ചെയ്യത്തോ ഒരു ഭയങ്കര ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് വരെ നമ്മളാരും കോംപ്ലിമെൻ്റ് ചെയ്യത്തില്ല. കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പണ്ടൊക്കെ അങ്ങനെയല്ല, എല്ലാവരും കോംപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്മൾ അച്ചീവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു വാല്യൂ കൂടുന്നത് വരെ നമ്മൾ ആരും കോംപ്ലിമെൻ്റ് ചെയ്യത്തില്ല. സോ ഗീവ് കോംപ്ലിമെൻറ്റ് ടുവേർഡ്സ് യുവർ സെൽഫ്. നമ്മൾ തന്നെ ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അടിപൊളിയാണ്, അങ്ങനെയൊന്നുമല്ല, നീ ഇത്രയും നന്നായിട്ട് ചെയ്തു, സോ യു ക്യാൻ ഡു മോർ ബെറ്റർ. അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ചെയ്യാറുണ്ട്. മോർ ദാൻ സെൽഫ് ഡേറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തരുന്നത് എന്നെ തന്നെ സെൽഫ് പാമ്പർ ചെയ്യുമ്പോഴാണ്, എനിക്ക് തന്നെ സെൽഫ് കോംപ്ലിമെന്റ്സ് കൊടുക്കുമ്പോഴാണ്. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ സെൽഫ് പാമ്പറിംഗിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? സ്കിൻ കെയർ ചെയ്യും, പിന്നെ അതൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യും. പിന്നെന്താണ്, കുറച്ച് ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടും. പ്രൊഫഷണൽ ബാത്റൂം സിംഗർ. ഒറ്റയ്ക്കിരുന്ന് പാട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മള് ഇനി ഒരു പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബിക്കോസ് അശ്വിന് പാടാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട്. ഒബ്വിയസ്ലി ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഫോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ നമ്മൾ പുലിമുരുകനിൽ ആ ഒരു സോങ്ങില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കുഞ്ഞിക്കാൽ പിച്ച പിച്ച തപ്പി തപ്പി നീ നടന്നേ, ഇന്നെൻ്റെ കണ്ണു നിറഞ്ഞേ ഉള്ളു നനഞ്ഞേ ചെല്ലക്കുഞ്ഞേ, കുഞ്ഞിക്കൈ തപ്പോ തപ്പോ താളം കൊട്ടി നീ ചിരിച്ചേ, കണ്ടെൻ്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കന്നിപ്പൊന്നേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ചിമ്മും താരകമായി ദൂരെയോ, മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാനില്ലിന്നമ്മയിൻ പൊന്നെ, ചാരത്തെ നൂതാരാട്ടിൽ നീ ഉറങ്ങാരോ. മതി. എന്റെ അശ്വിനെ ഇതാണോ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ഈ എല്ലാ പാട്ട് പാടുന്ന ആൾക്കാരും പൊതുവെ പറയാറില്ലേ, ഞാൻ പാടത്തില്ല, അങ്ങ് അത്രയും പാടത്തില്ലെന്ന്. ശരിക്കും എന്ത് അടിപൊളിയായിരുന്നു, എന്ത് അടിപൊളിയായിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ പഠിച്ചിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഞാനൊരു 12 ഇയേഴ്സോളം പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എൻ്റെ ആഗ്രഹം ഇങ്ങനെ റിയാലിറ്റി ഷോസിലൊക്കെ വരണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കര മോശമായതുകൊണ്ട് അതിനൊക്കെ ഓവർ എക്സ്പെൻസ് ആണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു ട്രയൽ ഞാൻ പോയിട്ടുണ്ട്, ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങോട്ട് പിന്നെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഒന്നും ഫർദർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞ അശ്വിനെ തന്നെ അങ്ങ് താഴ്ത്തി ബാത്റൂമിൽ ഇതിനെക്കാട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ടും ആ സംഗതിയൊക്കെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. നല്ല സൂത്തിങ് ആയിരുന്നു വോയിസ്. താങ്ക് യു. ഞാൻ ഈ പാട്ട് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നു ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ പ്രേക്ഷകർക്കും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പാട്ടും കൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫോക്ക് സോങ് പാടി ഇനി മേ ബി ഒരു സെമി ക്ലാസിക്കൽ വല്ലോ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? ഓക്കെ, വിൽ ട്രൈ. ഓക്കെ. തവ മൃദുസ്മേര സിന്ധൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം നിൻ യോഗവൈഭവം, തവ മൃദുസ്മേര സിന്ധൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം നിൻ യോഗവൈഭവം, നിത്യസുന്ദരീ വശ്യമോഹിനി ലയോധാരമീ പദചലനം, ആനം തോം തനാനം തോം താനം തപനം, ഗാനം ഗമനം
താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം രിമഗരി സാനിധമപ സമയമിത പൂർവസായാന്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദിസോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം ഇന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാഭം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാന്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദിസോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം. പിന്നെ വേറെന്താ ഇഷ്ടം പാട്ടല്ലാതെ ഡാൻസ് ഡാൻസ് അത് കുഞ്ഞില് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല പലയിടത്തു നിന്നും ഇങ്ങനെ തള്ളുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. റീസെൻ്റ്ലി ഞാൻ ഇച്ചിരി ഒരു സെലിബ്രിറ്റി ഫെയിം ആയിട്ടിരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ലെങ്കിലും എൻ്റെ ഒരു ഗുരുവല്ലേ. സോ പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്നെ തീരെ നമ്മൾക്കൊന്നും പറഞ്ഞു തരാത്തത് പോലെ എനിക്ക് ഫീൽ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എനിക്ക് തീരെ ഉണ്ടാവാത്തൊരു പേഴ്സണാണ്. പക്ഷേ ഒരു കലയുടെ പേരിലൊക്കെ ഒരു ബോഡി ഐ വാസ് ലൈക്ക് ഒരു 93 kilos ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഐ എം ലൈക്ക് ഒരു ചബ്ബി ഫീലൊക്കെ എനിക്കുണ്ട്. എന്നാലും 93 kilos ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതൊക്കെ ഈ അടുത്ത കാലത്താണ്. ഇൻഡസ്ട്രിക്ക് അകത്ത് വന്ന് ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. പക്ഷേ ഞാനൊരു 2 years മുന്നേ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ തീരെ നമുക്കൊന്നും ഒരു വില തരാത്തതുപോലെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര യു ആർ ലുക്കിംഗ് ഗുഡ്, അവർക്ക് ഭയങ്കര കോംപ്ലിമെന്റ് കൊടുക്കുക, അതൊരു പാർഷ്വാലിറ്റി. സത്യഭാമ ടീച്ചറൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി അത് പല ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും പ്രൊഫഷണേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം പുള്ളിക്കാരത്തിൽ ലൈവിൽ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു പുതിയ കാര്യമായിട്ട് എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തില്ല. കാരണം ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പിന്നെ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് പിന്നെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ആണ് ഇങ്ങനെ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനൊക്കെ ഒരു വാരിയർ ഉണ്ടായിരുന്നുകൊണ്ട് ഐ സ്റ്റോപ്പ്. ബട്ട് സെൽഫ് ലേണിംഗ് അപ്പോഴും മുതലേ എനിക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഷോസ് ഒക്കെ നടക്കുന്ന സമയത്ത് പോയി കാണും, എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് പഠിച്ച് നോക്കും, കളിച്ച് നോക്കും. ഇത് കുറേ ക്ലാസിക്കൽ തന്നെ. ആൻഡ് ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷന് പോലും റൗണ്ട്സ് ഉണ്ടായിരുന്നു, പല റൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗണ്ടാണ് ടാലൻറ്റ് റൗണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയൊരു ടാലൻറ്റ് കാണിക്കാം. ഐ തോട്ട് ലൈക്ക് ഫസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചു പാട്ട് പാടാം, പക്ഷെ എന്നിട്ടും ഞാൻ വിചാരിച്ചു ഡാൻസ്. അതും ഞാൻ ഫസ്റ്റ് ആ റൗണ്ട് ചെയ്ത് ക്ലാസിക്കൽ ഡാൻസ്. ഐ ഗോട്ട് ടു മച്ച് അപ്രീസിയേഷൻ ഫ്രം ദാറ്റ്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലായി. കാര്യം ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്നെ ഒരു ഡാൻസിൻ്റെ പേരിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പഠിപ്പിക്കാൻ ഐ തിങ്ക് അതെങ്ങനെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ കുഞ്ഞിലെയും എന്നെ നീ എന്താ പെണ്ണുങ്ങളെ കാട്ടിയും കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ, ഓരോ ആക്ഷൻസ് മൂവ്മെൻറ്റ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് വരുന്നല്ലോ ലിമിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ടു മച്ച് ഹേർട്ടിങ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ തിരിച്ച് പറഞ്ഞിട്ട് വരും. സോ എനിക്കിപ്പോൾ ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നി. എന്നെ കുറേ പുച്ഛിച്ച ആൾക്കാരൊക്കെ എനിക്ക് ആ ഒരു ടാലൻറ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഐ പെർഫോംഡ്. ആ ഒരു തെറ്റില്ലാത്ത രീതിയിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ദാറ്റ്സ് വൈ എനിക്ക് കിട്ടിയത്. അല്ല, റിയാലിറ്റി ഷോയിൽ പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ബിഗ് ബോസ് ആണ്. അപ്പം ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിലേക്ക് വിളിച്ചാൽ പോകാൻ ഇഷ്ടമാണോ? ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? ഓഫ് കോഴ്സ്. എൻ്റെ ഒരു 11th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ മുതലേ കാണുന്നതാണ്. എന്നെ അറിയാമെന്നുള്ള എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർക്ക് പറയും ഫ്രം അറ്റ് ദാറ്റ് ടൈം ഐ വിൽ ബി ദെയർ അറ്റ് വൺ ഡേ. ഞാൻ അന്ന് മുതലേ പറയുന്നത് ഐ വാസ് നോട്ട് എനിത്തിങ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ ഒന്നും അല്ലായിരുന്നു. സോ ആ സമയം മുതൽ എനിക്ക് ഭയങ്കര വിഷയമാണ്. ഐ ഫീൽ ലൈക്ക് ഐ എം എ ബിഗ് ബോസ് മെറ്റീരിയൽ. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഐ ഡോണ്ട് നോ ഈവൻ എങ്ങനെയാണ് അതിനകത്ത് എൻട്രി ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഐ ഫീൽ പല ആൾക്കാരും പറയുമായിരിക്കും എന്നെ പോലത്തെ സിമിലർ പേഴ്സണാലിറ്റീസിനെ അതിനകത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ എന്നെ പോലത്തെ ഒരു പേഴ്സണാലിറ്റീനെ ഇന്ന് വരെ ഈ ഒരു 6 സീസണിനകത്തും ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്ക് അങ്ങനെ ഒരു ഇതിൽ പോകണം. പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ എം ഡാം ഷുവർ ദാറ്റ് ഞാൻ ഫൈനൽ 5 എത്തും. പക്ഷേ ആൾക്കാർ എന്നെ വിൻ ചെയ്യിപ്പിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, പ്രേക്ഷകരാണല്ലോ ആ തീരുമാനിക്കുന്നത്. I will be there. I think I will be there. I don't know how to apply, how to be there. പിന്നെ എനിക്ക് കോമണർ ആയിട്ട് പോകാനൊരു ആഗ്രഹമില്ല. അത് അഹങ്കാരമല്ല, ആഗ്രഹമില്ലായിരുന്നു ഇനിഷ്യൽ സ്റ്റേജ് മുതൽ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഇല്ല. കോമണർ ഒരു വേയിൽ എനിക്ക് അപ്ലൈ ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ നമ്മൾ യുണീക്ക് ഒരു സ്പെസിഫൈ ചെയ്തൊരു സിഗ്നേച്ചർ വരുത്തിയിട്ട് അതിനകത്തോട്ട് പോകണം. വൺ ഓഫ് ദ ഒരു പോപ്പുലാരിറ്റി ഒക്കെ കിട്ടാനും ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഡെഫിനറ്റ്ലി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പോകും, ഓടും. അശ്വിൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ സംസാരിച്ച ടൈമിൽ. ഈ കുറേ റൗണ്ട്സ് അശ്വിൻ ഇതിലും ഒരു കോമ്പറ്റീഷനിൽ മത്സരിച്ചു. ഫൈനൽ റൗണ്ട് എത്തിയപ്പോഴത്തേക്ക് അവർ അശ്വിനെ ഔട്ടാക്കി. പക്ഷെ ആ ഫൈനൽ റൗണ്ടിൽ അശ്വിൻ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു, അശ്വിൻ്റെ നടത്തത്തിനെ പറ്റിയിട്ടാണെങ്കിലും. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ആക്ച്വലി ടു ബി ഫ്രാങ്ക്, കേരളത്തിനകത്തുള്ള കാര്യമാണ് നമുക്ക് കൂടുതൽ അറിയാന്നുള്ളത്. ഇപ്പോൾ ഒരു ജയ്പൂർ കേരളത്തിൻ്റെ പുറത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി മത്സരിച്ചത്. അവിടെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ ബെറ്റർ ആണ്. കേരളത്തിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് പറയാൻ പറ്റും വിസിബിളി ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓൾമോസ്റ്റ് 98% ഷോസും ഫിക്സ്ഡ് ആണ്, പ്രൈസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഷോ ആയിരിക്കും. ബാക്കി ഒരു കഴിവുള്ള ടാലൻറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന യാതൊരു സംഭവം ഇവിടെ നടക്കാറില്ല. കൊച്ചു കുട്ടികൾ മുതൽ വലിയ പെജൻ ഷോസൊക്കെ ആ ഒരു കാറ്റഗറി വരെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഓൾറെഡി ഫിക്സ് ചെയ്തു. ഒന്നുകിൽ പേയ്മെൻറ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാരവാഹികളുടെ ഏതെങ്കിലും ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്കായിരിക്കും പ്രൈസ് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പെജൻറ്റ്, എനിക്കങ്ങനെ പെജൻറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു വലിയൊരു പേരെടുക്കണം, ഫെയിമിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഫസ്റ്റ് പെജൻറ്റ് വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം നല്ലൊരു എക്സ്പെൻസ് ആണ് പെജൻറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരു പെർട്ടിക്കുലർ രജിസ്ട്രേഷൻ ഫീസ് അവർക്ക് കൊടുക്കണം, നമ്മുടെ കോസ്റ്റ്യൂംസ്, നമ്മുടെ ട്രാവൽ, ഒരുപാട് നല്ലൊരു എമൗണ്ട്, നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും നല്ലൊരു എമൗണ്ട് ഒരു പെജൻറ്റ്, ലോക്കൽ പെജൻറ്റ് ആണെങ്കിലും ഇത്. അപ്പോൾ എൻ്റെ ഒരു ഭയങ്കര വിഷായിരുന്നു ഒരു പെർട്ടിക്കുലർ പെജന്റിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 6 months ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫണ്ടൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ആണെങ്കിൽ ഐ ക്യാൻ ഡു കുറേ പെജന്റ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഉണ്ടാവും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പം എനിക്ക് ട്രയൽ ഓപ്ഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്യും, ബെസ്റ്റ്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുന്ന സമയത്തും ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ് ബെസ്റ്റ്. നമുക്കറിയാമായിരിക്കുമല്ലോ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഒരു ലെവൽ എത്രയായിരുന്നു. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഒരു പെജന്റിൽ ലാസ്റ്റ് ഫൈനൽ ടോപ്പ് 5 വിളിച്ച സമയത്ത് ഞാനില്ല. എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനായി, എന്താ ഞാനില്ലാത്ത, ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ എന്നൊക്കെ. എന്നിട്ട് ഞാൻ സ്റ്റേജ് ഇങ്ങനെ തൊഴുതിട്ട് ഞാൻ ഇറങ്ങി. ഐ ഡോണ്ട് ഗെറ്റ് എനിത്തിങ് ഫ്രം ദാറ്റ് സ്റ്റേജ്. ഈവൻ സബ് ടൈറ്റിൽസ് പോലും ഇല്ലാത്ത ഞാൻ ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ ചോദിക്കുന്ന സമയത്ത് പുള്ളി ഒന്നും റിപ്ലൈ ചെയ്യുന്നുണ്ടായില്ല. ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, റിപ്ലൈ ചെയ്തതാണ്. എന്താണ് ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ റീസൺ, എന്നെ എന്തിനാണ് ബാക്ക് അടിച്ചത്, ഞാൻ ഇത്രയും പെർഫോം ചെയ്തില്ല, എൻ്റെ നെഗറ്റീവ് എന്താണ്. എനിക്കടുത്ത് നെക്സ്റ്റ് പോകുന്ന സമയത്ത് മനസ്സിലാക്കി എന്തിനാണ് എന്നെ ജഡ്ജസ് ഇങ്ങനെ നെഗടിച്ചത് എന്നൊക്കെ ചോദിച്ച സമയത്ത് ഹീ സെഡ് ലൈക്ക്, നീ നടക്കുന്നത് പെണ്ണുങ്ങളെ പോലെയാണ്, പെൺകുട്ടികളാണ്, നീ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യേ, അതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത്, അങ്ങനെ പറഞ്ഞു. പക്ഷേ അത് ഫൈനൽ 5th റൗണ്ട് വരെ ഓൾറെഡി അശ്വിൻ വന്നു. അപ്പം അങ്ങനെ നടക്കുന്നത് ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഫസ്റ്റ് റൗണ്ടിലെ അശ്വിനെ ഔട്ട് ആക്കായിരുന്നില്ലേ? അതാണ്. ആൻഡ് ഇഫ് എ ഗേൾ ഈസ് ഡൂയിങ് ലൈക്ക് വാക്ക് ഇൻസൈഡ് റാമ്പ് ഓർ സംതിങ്, ഇറ്റ്സ് കാറ്റ് വാക്ക്, റൈറ്റ്? അപ്പോൾ കാറ്റ് വാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാല് ക്രോസ് ചെയ്ത് അങ്ങനെ നടക്കേണ്ട ഒരു ഫീമെയിൽ സ്ട്രക്ചറിന് പറ്റിയതാണ്. എൻ്റെ വീഡിയോസ് ഔട്ടായപ്പോഴൊന്നും ഞാൻ കാറ്റ് വാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനേ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ അപ്പം ഞാൻ ചോദിക്കണ്ടായി, ഇതെന്താ പിന്നെന്തുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ എന്നെ ഔട്ട് ചെയ്തില്ല? എനിക്ക് ബാക്കി എല്ലാത്തിനും മാർക്ക് കൂടുതലാണ്, പക്ഷെ വാക്ക് മാത്രം ഫീമെയിൽസിൻ്റെ വാക്കായതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്തു. അന്ന് പേഴ്സണലി ഒരു ചില കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു തരുന്ന നമുക്ക് പറഞ്ഞു തരുന്ന വേയിൽ നമുക്ക് ഹേർട്ടാവും. അറ്റ് ദാറ്റ് ടൈം എനിക്കത് ഹേർട്ടാവുകയല്ല ചെയ്തത്. ആൾക്കാരൊക്കെ കേൾക്കുന്ന രീതിക്ക് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു ഇൻസൾട്ടഡ് ആയ ഒരു ഫീലാണ് അറ്റ് ദാറ്റ് ടൈം. അപ്പം ഞാൻ ഒരു കേസിൻ്റെ ഇതൊക്കെ ആയിട്ട് പോയി, പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഫ്രം അറ്റ് ദാറ്റ് ടൈം എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഡിസൈനിങ്ങിൻ്റെ വേയിലായാലും അങ്ങനെയൊക്കെ എനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായത് കൊണ്ട് ഐ ലീവ് ദാറ്റ്. എനിക്കത് ഇതല്ല. പക്ഷെ അറ്റ് ദാറ്റ് ടൈം ഐ സെഡ് ടു ഹിം, ഇതൊക്കെ ഇങ്ങനെയാണ്, തനിക്ക് നാണമുണ്ടോ, അങ്ങനെ സംഭവമൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ വിൽ പ്രൂവ് ഇറ്റ് വൺ ഡേ, ഐ ക്യാൻ അച്ചീവ് സംതിങ്
ദാറ്റ്സ് വൈ ഒരു ഭയങ്കര Maybe ആ ഫയർ ഉണ്ടായോണ്ടായിരിക്കാം മേ ബി ഇപ്പം ഈ ഒരു ഇതിലെ ലെവലില് അശ്വിൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. കോഴ്സ് ഐ എം നോട്ട് സെയിങ് ലൈക്ക് ഐ ഡിഡ് ലൈക്ക് ഒരുപാട് പേരെക്കാട്ടും ബെസ്റ്റായിട്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് ആ ഒരു ഇതിൻ്റെ റിസൾട്ട് ഇതാണ്. ചിലതൊന്നും നമുക്ക് പറഞ്ഞ് തിരിച്ച് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക, അവരുടെ അടുത്ത് തല്ലുണ്ടാക്കുക, വിവരമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ അവർക്കൊക്കെ ഉള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിസൾട്ടാണ്, നമ്മൾ ചെയ്ത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ഒരു റിസൾട്ടാണ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ ഫുൾ ഓൾമോസ്റ്റ് കേരളത്തിലും ഓൾമോസ്റ്റ് ഫുൾ ഷോ അതിന് ആരെന്ത് പറഞ്ഞാലും ഫിക്സ്ഡ് ആണ്. നല്ലതായിട്ട് ഒരാൾക്കാർ വരട്ടെ, ഇനി വരട്ടെ, ഫിക്സ്ഡ് ആണ്. അത് എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല, ഈ ഫിക്സ്ഡ് ആയിട്ട് പ്രൈസ് മേടിച്ച് കൊണ്ടുപോയിട്ട് ഇവർ എന്ത് ചെയ്യാനാണ്? ഇവർക്ക് ഉളുപ്പുണ്ടോ? അല്പം നാണമുണ്ടോ? ഒരു എന്തിനാണ്? അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു 10 ട്രോഫി മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാൽ പോരെ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. സോ അതിനെപ്പറ്റി പറയാനും ഞാൻ ആരുമല്ല. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് നമ്മൾ ഇത് കൊടുക്കുവാണെങ്കിൽ അവര് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകും. ഇത് അവര് അതിന്റെ സൈഡിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ, അപ്പോഴല്ലേ അതിനൊരു വില ഉണ്ടാവത്തുള്ളൂ. ഐ ഹാവ് എ ഹോപ്പ് ആരെങ്കിലും ഒക്കെ അങ്ങനെ ജെന്യൂൻ ആയിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് അശ്വിൻ, ഇത്രയും നേരം അശ്വിൻ്റെ ഒരു ലൈഫ് ജേർണീനെ പറ്റി സംസാരിച്ചതിനും അതേപോലെ തന്നെ ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരു സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയും കൂടുതൽ ഷോസ് ചെയ്യാൻ പറ്റട്ടെ. സെക്കൻഡ് റണ്ണറപ്പ് എന്നുള്ളത് ആ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ഓൾസോ ഇപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞു ബിഗ് ബോസിൽ കയറണം എന്ന് താല്പര്യമുണ്ടെന്ന്. അപ്പം ഇനിയും മേ ബി സൂൺ നമുക്ക് ബിഗ് ബോസിലും കാണാൻ സാധിക്കും അശ്വിനെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നമുക്ക് കാണാം. Thank you so much. Thank you for being with us. Thank you so much, Ashwin. Thank you.